ഹലോ, നമുക്കിന്നൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരിഞ്ഞ ക്യാബേജ് 1/2 കപ്പ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും കുനുകുനാ അരിഞ്ഞ സവോളയും ഗ്രേറ്റഡ് കോക്കനട്ടും എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. മിക്സ് തയ്യാറാക്കാനായിട്ട് ഗ്രേറ്റഡ് കോക്കനട്ടിലോട്ട് ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈകൊണ്ട് നന്നായി ഞെരടി തന്നെ മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള സവോളയും ആ ക്യാബേജും നന്നായിട്ട് അതിലേക്ക് പിടിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് വളരെ നല്ല ടേസ്റ്റിയാണ്. അതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മറന്നു പോവല്ലേ. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നിട്ട് അതൊരു നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ്റെയൊക്കെ ആ ഒരു കളർ ചേഞ്ച് ചെയ്ത് നല്ലൊരു ക്രിസ്പി നേച്ചറായിട്ട് വരും. അപ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിരിക്കും. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.